എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും പ്രാക്ടിക്കൽ എക്സാമിന്റെ തിരക്കിലും ചൂടിലൊക്കെ ആയിരിക്കും അല്ലേ? എനിവേസ് നമ്മൾ മാത്സ് പ്രാക്ടിക്കൽസിലെ ലാബ് 1 ആയിട്ടുള്ള വാല്യൂ ഓഫ് ഫംഗ്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പക്ഷേ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും സ്കൂളിൽ ഈ എക്സ്പെരിമെന്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് വരാനുള്ള ചാൻസസ് കൂടുതലാണ്, പക്ഷേ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 8 മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. ആരും മിസ് ചെയ്യരുത് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിക്കായിരുന്നു, ഞാനൊക്കെ പഠിക്കുമ്പോഴേ ഈ മാത്സ് പ്രാക്ടിക്കൽസ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലായിരുന്നു. നിങ്ങൾക്ക് നല്ല സുഖമാണ്, ഒരു 40 മാർക്ക് നല്ല അടിപൊളിയായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ലേറ്റ് ആയല്ലോ, ഒന്നും അറിയില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. ഇപ്പം മുതൽ നിങ്ങൾ ഇരുന്ന് പഠിച്ചാലും ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാലും മാത്സ് ഒക്കെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് 40ൽ 40 തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അതിലൊരു മാർക്ക് പോലും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല കേട്ടോ. സോ നമുക്ക് നമ്മുടെ എക്സ്പെരിമെന്റിലേക്ക് കടക്കാം. +1 റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വാല്യൂ ഓഫ് ഫംഗ്ഷൻസ് വരുന്നത്. സോ ഇതിന്റെ എയിം എന്താണ്, കോൺസെപ്റ്റ്സ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. എന്നിട്ട് ഇതിലേക്ക് കടക്കാം. നമ്മുടെ ജിയോജിബ്രയിൽ ഈ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ ആദ്യം ഈ ഒരു എക്സ്പെരിമെന്റിന്റെ എയിം എന്ന് പറഞ്ഞാൽ to construct an applet to establish geometrically the correspondence of a number and its image under a function. നമ്മൾ ഒരു applet കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്, ഒരു സിസ്റ്റം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. എന്തിനാണ്? നമുക്ക് x എന്ന് പറയുന്ന ഒരു പോയിന്റും f of x എന്ന് പറയുന്ന അതിന്റെ ഇമേജും തമ്മിലുള്ള ഒരു കണക്ഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പല ഫംഗ്ഷൻസ് കൺസിഡർ ചെയ്യും, അവിടെ നമ്മൾ നമ്മുടെ പോയിന്റും അതിന്റെ കറസ്പോണ്ടിങ് ഇമേജും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കും. സോ അടുത്ത എയിം ആയിട്ട് പറയുന്നത് ടു യൂസ് ദിസ് applet to find the image of numbers under various functions. നമ്മൾ ഒരു ഫംഗ്ഷനിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മൾ f(x) = x² സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഫംഗ്ഷൻസ് ചേഞ്ച് ചെയ്ത് √x ആയാലും sin x ആയാലും ഒക്കെ നമ്മൾ ഇതേപോലെ നമ്മുടെ പോയിന്റും അതിന്റെ ഫംഗ്ഷൻ തരുന്ന ഇമേജും തമ്മിലുള്ള ബന്ധം നമ്മൾ കണ്ടുപിടിക്കും. ആൻഡ് to use an applet to visualize the comparison of a function with an input-output measure. So GeoGebraയിൽ ഇൻപുട്ട്-ഔട്ട്പുട്ട് മെഷീൻസ് അവൈലബിൾ ആണ്. സോ അതുമായിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു സിസ്റ്റം കമ്പയർ ചെയ്യും. ഈ പറയുന്ന വാല്യൂവും ഫംഗ്ഷൻ ഔട്ട്പുട്ടും ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ അവിടെയും ചെക്ക് ചെയ്യും. സോ ഇതൊക്കെയാണ് നമ്മുടെ എയിംസ് എന്ന് പറയുന്നത്. ഇനി കോൺസെപ്റ്റ്സ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒന്ന്, ഇമേജ് ഓഫ് എ നമ്പർ എ അണ്ടർ എ ഫംഗ്ഷൻ എഫ് ഇസ് ഡിനോട്ടഡ് ബൈ എഫ് ഓഫ് എ. നമുക്കറിയാം അല്ലേ, എക്സിന്റെ ഇമേജ് എഫ് ഓഫ് എക്സ് ആണ്, 1ന്റെ ഇമേജ് നമ്മൾ എഫ് ഓഫ് 1 എന്ന് പറയും. സിമിലർലി എ എന്ന് പറയുന്ന ഒരു പോയിന്റിന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എ ആണ്. ആൻഡ് ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഇസ് ദി കളക്ഷൻ ഓഫ് പോയിന്റ്സ് എ എഫ് ഓഫ് എ. ഇതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ എഫ് ഓഫ് എക്സ് = x² വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, എക്സിന് ഡിഫറെന്റ് വാല്യൂസ് കൊടുക്കും. എക്സിന് 1, 0, -1, 2 എന്നൊക്കെ പറഞ്ഞ് ഡിഫറെന്റ് വാല്യൂസ് കൊടുക്കും. കറസ്പോണ്ടിങ് x² വാല്യൂ നമ്മൾ എടുക്കുക അല്ലേ. ഇപ്പോൾ x 0 ആണെങ്കിൽ y 0 ആണ്, അല്ലെങ്കിൽ x² 0 ആണ്. അപ്പോൾ നമ്മൾ 0, 0 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യും. x 1 ആണെങ്കിൽ x² 1 തന്നെയാണ്, അപ്പോൾ നമ്മൾ 1, 1 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യും. x 2 ആകുമ്പോൾ x² 4 ആണ്, അപ്പോൾ നമ്മൾ 2, 4 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യും. അങ്ങനെ പോയിന്റ്സ് പ്ലോട്ട് ചെയ്ത് അവരെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുക, x² ഗ്രാഫ് വരച്ച് നമുക്ക് പാരബോളയൊക്കെ കിട്ടിയത് അല്ലേ. സോ ആ ഒരു കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ആദ്യം ആക്ടിവിറ്റി 1.1ലേക്ക് കടക്കാം. അതായത് നമ്മുടെ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ആക്ടിവിറ്റി എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. പ്രൊസീജിയർ ഒക്കെ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എക്സാമിനും ഗിവൺ ആയിരിക്കും. അതായത് ഇവിടെ പോയി ഇതെടുക്കുക അങ്ങനെയൊന്നും പറഞ്ഞു തരില്ല, പക്ഷേ ആ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആ സ്റ്റെപ്സ് തന്നിട്ടുണ്ടാവും. ആദ്യം ഇത് ചെയ്യുക, എന്നിട്ട് ഈ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ജിയോജിബ്ര അത്യാവശ്യം ഒന്ന് ശീലമായി കഴിഞ്ഞാൽ ഈ ഒരു അവർ തന്ന സ്റ്റെപ്സ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് എക്സ്പെരിമെന്റ് ചെയ്യാനും അതിന്റെ സബ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ശ്രദ്ധിച്ച് ജിയോജിബ്രയായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ എന്താണെന്ന് ആദ്യം വായിച്ചു നോക്കാം. ആദ്യം ഡ്രോ ദി ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് = x². Create a number slider A with increment 0.01. Plot the points A, A0, B, A f of A and C, 0 f of A. Draw the line segments AB and BC using segment tool. Show the coordinates of ABC. Now drag the points A along the x-axis and observe the movement of C on the y-axis. ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ, നമുക്ക് ഓരോ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം കേട്ടോ. സോ പ്രൊസീജിയറിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഡ്രോ ദി ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് = x². സോ നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ ജിയോജിബ്ര, ഇതാണ് നമ്മുടെ വിൻഡോ അല്ലേ. സോ ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് വ്യൂ ആക്കാം. അതിനുവേണ്ടി Ctrl M എന്ന് കൊടുത്താൽ നമുക്ക് കറക്റ്റ് സെന്ററിൽ നമ്മുടെ ഒറിജിനും ആൾക്കാരും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, ഡ്രോ ദി ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് = x². എന്താ ചെയ്യുക, താഴെ ഇൻപുട്ട് ബാർ ഉണ്ട്, ഇൻപുട്ടിൽ പോയിട്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, എഫ് ഓഫ് എക്സ് = x² എന്നൊക്കെ പറഞ്ഞ് പവർ വരുന്ന സംഗതികൾക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സ് എന്ന് കൊടുത്തിട്ട് സ്ക്വയർ എക്സ് എന്ന് കൊടുത്തപ്പോഴേക്ക് കണ്ടോ എക്സിന്റെ ഗ്രാഫ് വന്നത്. എന്താ ഒരു ഫാസ്റ്റ്നെസ്. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് കൊടുത്തിട്ട് 6 എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് വരും, ആ ഒരു മുകളിൽ ആ ഒരു ആരോ വരും. അതാണ് നമ്മുടെ x² കൊടുക്കാനുള്ള ട്രിക്ക് കേട്ടോ. എന്നിട്ട് നമ്മൾ 2 എന്ന് കൊടുത്താൽ യു വിൽ ഗെറ്റ് ദി ഗ്രാഫ് ഓഫ് x². എൻ്റർ എന്ന് കൊടുത്താൽ നമുക്ക് ഇവിടെ ലെഫ്റ്റിൽ എഫ് ഓഫ് എക്സ് = x² എന്ന് ഫംഗ്ഷൻ വരും. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, x² വരച്ചു കഴിഞ്ഞാൽ ക്രിയേറ്റ് എ നമ്പർ സ്ലൈഡർ എ വിത്ത് ഇൻക്രിമെന്റ് 0.01 എന്നാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ജിയോജിബ്രയിൽ പോകുന്നു, സ്ലൈഡർ ഉണ്ടാക്കണം അല്ലെ, ഒരു നമ്പർ സ്ലൈഡർ നമ്മൾ ഉണ്ടാക്കണം. ഇൻക്രിമെന്റ് 0.01 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഒരു ടൂൾസ് ബാറിൽ ഇങ്ങനെ നോക്കിയാൽ ഇവിടെ കാണാം പോയിന്റ്, ലൈന്, അതേപോലെ പെർപെൻഡിക്കുലർ ലൈൻ, പോളിഗൺ എന്നൊക്കെ പറഞ്ഞ് കുറേ ടൂൾസ് കാണാം. ആൻഡ് അതിൽ ഏറ്റവും അവസാനത്തിന്റെ തൊട്ട് മുന്നേ സ്ലൈഡർ കാണാം. ഈ സ്ലൈഡർ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്.
സ്ലൈഡർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് സ്ലൈഡർ എടുക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ടേബിൾ പ്രസന്റ് ആവും. എന്ത് ചെയ്യുക, അവിടെ ഓൾറെഡി നമ്പർ എന്ന് ഡിഫോൾട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ആംഗിൾ ഇൻറ്റിജർ ഒക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ നമ്പർ ആണ്, നമ്പർ സ്ലൈഡർ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ആൻഡ് ഈ സ്ലൈഡറിന്റെ നെയിം ആണ്, അതൊന്നും നമ്മൾ മാറ്റണ്ട. മിനിമം മാക്സിമം എന്ന് പറഞ്ഞിട്ട് -5 റേഞ്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട. നമ്മളിവിടെ ഇൻക്രിമെന്റിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് 0.01 ഇൻക്രിമെന്റ് കൊടുക്കുക, ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്തായി, നമ്മൾ ക്ലിക്ക് ചെയ്ത ഭാഗത്ത് ഒരു സ്ലൈഡർ പ്രസന്റ് ആയി. സ്ലൈഡർ എന്തിനാന്നൊക്കെ നമുക്ക് നോക്കാം. സോ അത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി എന്താ, പ്ലോട്ട് ദി പോയിന്റ്സ് A0, B AF and C0 F. 3 പോയിന്റ്സ് നമുക്ക് പ്ലോട്ട് ചെയ്യാനുണ്ട്, അത് നമുക്ക് ചെയ്യാം. ആദ്യം ഇൻപുട്ടിൽ തന്നെയാണ് പോകേണ്ടത്. ഇൻപുട്ടിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, A is equal to, എങ്ങനെയാണ് A0 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാക്കുക, A is equal to എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ബ്രാക്കറ്റ്സ് കൊടുക്കുക. ജസ്റ്റ് നമ്മൾ ഷിഫ്റ്റ് 9 പ്രസ് ചെയ്യുമ്പോൾ തന്നെ 2 ബ്രാക്കറ്റ്സും വരും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, A0 എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കുക. സോ A0 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ A equal to 1 കറസ്പോണ്ടിങ് ആയിട്ടാണ് നിങ്ങൾക്ക് 10 എന്ന് പറയുന്ന പോയിന്റ് വന്നത് കേട്ടോ. ഇനി എന്ത് ചെയ്യണം, B equal to എന്ന് പറഞ്ഞിട്ട് AF അല്ലേ നമ്മുടെ B പോയിന്റ്, സോ സ്മോൾ a കറസ്പോണ്ടിങ് F of A കൊടുക്കുക. സോ ഇതാണ് AF എന്ന് പറയുന്ന പോയിന്റ്. എൻ്റർ കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫിൽ എയും ബിയും ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യുക, C is equal to 0 F എന്ന് പറയുന്ന പോയിന്റ് ആണ് അല്ലേ. നോക്കിക്കേ, y ആക്സിസിൽ വരുന്ന 0 F എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, C എന്ന് പറഞ്ഞിട്ട് 0 F of A എന്ന് കൊടുക്കുക. അപ്പോൾ 0 F വന്നു, അത് നമ്മൾ എൻ്റർ അടിച്ചപ്പോൾ ABC പോയിന്റ്സ് ഇവിടെ പ്രസന്റ് ആണ്. ഇനി നോക്കിക്കേ, ഇപ്പോൾ A എന്ന് പറയുന്നത് സ്ലൈഡർ നിൽക്കുന്നത് 1 എന്ന് പറയുന്ന പോയിന്റിലാണ്, പക്ഷേ സ്ലൈഡറിനെ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്താൽ ആ പോയിന്റ്സ് മാറി 1.85, ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന എല്ലാ പോയിന്റ്സും 2.6, നമ്മൾ ഇൻക്രിമെന്റ് കൊടുത്തത് 0.01 ആയതുകൊണ്ട് 2 കഴിഞ്ഞാൽ 2.01, പിന്നെ 2.02, ആ രീതിയിൽ വാല്യൂസ് വന്നുകൊണ്ടിരിക്കും. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ABC ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഇതിൽ നമുക്കറിയാം അല്ലേ, ആനിമേഷൻ കൊടുത്താൽ എന്താ സംഭവിക്കുക, നമ്മൾ മൂവ് ചെയ്യിക്കാണ്ട് തന്നെ സ്ലൈഡർ ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്തോണം. അപ്പോൾ നമ്മൾ സ്ലൈഡറിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ആനിമേഷൻ ഓൺ എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഈ ABC വാല്യൂസ് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് കാണാം. നല്ല രസമല്ലേടാ ഇത്. നോക്കിക്കേ, ABC ഇപ്പോൾ വരും കേട്ടോ. യെസ്, ABC വാല്യൂസ് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാത്തതാണ്, കാരണം ഇത് ഞാൻ കുറച്ച് സൂംഡ് വ്യൂ ആയതുകൊണ്ടാണ്. നമുക്ക് മുകളിലോട്ട് വാല്യൂസ് എടുത്താൽ കാണാം കേട്ടോ. സോ ഈ രീതിയിൽ ABC മൂവ് ചെയ്യുന്നത് കാണുന്നില്ലേ, എയുടെ വാല്യൂ -2, -1 അവിടെ നിന്നൊക്കെ വന്ന് +5 വരെയുള്ള വാല്യൂസ് എടുക്കുന്നതിനനുസരിച്ച് ബിയും സിയും മാറുന്നത് എങ്ങനെയാണെന്ന് തന്നിട്ടുണ്ട്. സോ ബി എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് y ആക്സിസിലെ വാല്യൂ ആണ്. ആൻഡ് ഫംഗ്ഷൻ ബി എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ കറക്റ്റ് AF എന്ന് പറയുന്ന പോയിന്റ് ആണ്. സി ആണ് നമ്മുടെ y ആക്സിസിൽ വരുന്ന വാല്യൂസ്. അതിവിടെ കറക്റ്റ് ആയിട്ട് ആനിമേഷൻ കൊടുക്കുമ്പോൾ കിട്ടും. ഇനി ഈ ആനിമേഷൻ ഒഴിവാക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും നമുക്ക് നമ്മുടെ നോർമൽ ടാബിലേക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ പോയിട്ട് ഒരു മൂവ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ സ്റ്റക്ക് ആക്കിയാൽ ആനിമേഷൻ ഒക്കെ സ്റ്റോപ്പായി. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മുടെ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ കയ്യിൽ ബിയും സിയും ഒക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. സോ ABC ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അടുത്ത ഡ്യൂട്ടി എന്താ, ഡ്രോ ദി ലൈൻ സെഗ്മെന്റ്സ് AB ആൻഡ് BC യൂസിങ് സെഗ്മെന്റ് ടൂൾ. അപ്പോൾ സെഗ്മെന്റ് ടൂൾ എടുത്ത് ABയും BCയും കണക്ട് ചെയ്യാനാണ് പറഞ്ഞത്, നമുക്ക് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ ലൈൻ എടുക്കുക, ലൈനിൽ സെഗ്മെന്റ് കാണാം. സെഗ്മെന്റ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ABനെ കണക്ട് ചെയ്യുക, റൈറ്റ്. അത് കഴിഞ്ഞ് BCനെയും കണക്ട് ചെയ്യുക. BAനെ ഇത് നമ്മൾ ആദ്യം ചെയ്തത് BC അല്ലേ. സോ ആദ്യം BC പിന്നെ AB, ഇത് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി വീണ്ടും മൂവ് എടുത്താൽ പിന്നെ ലൈൻ സെഗ്മെന്റ് വരില്ല കേട്ടോ, റൈറ്റ്. അപ്പോൾ ഇത്രയും പരിപാടികൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താ നമ്മൾ നോക്കേണ്ടത്, ഷോ ദി കോർഡിനേറ്റ്സ് ഓഫ് A, B and C. ഇവിടെ ആക്ച്വലി നമുക്ക് ABC എന്ന് പറയുന്ന പോയിന്റ്സ് കാണാം, പക്ഷെ അതിന്റെ കോർഡിനേറ്റ്സ് കാണണമെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഇങ്ങനെ ടച്ച് ചെയ്യണം. Aയിൽ പോയിട്ട് ടച്ച് ചെയ്താൽ പോയിന്റ് കാണാം, 2.30 എന്ന് പറയുന്ന പോയിന്റ് ആണ്. അതേപോലെ Bയിൽ പോയിട്ട് ടച്ച് ചെയ്താൽ 2.3 5.29 ആണ്. Cയിൽ ടച്ച് ചെയ്താൽ 0 5.29. അതായത് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് 2.3യുടെ സ്ക്വയർ ആണ് 5.29 എന്നാണ് അല്ലേ, കാരണം ഫംഗ്ഷൻ x² ആണ്. അപ്പോൾ സ്ക്വയർ വാല്യൂസ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എവിടെ കിട്ടുന്നുണ്ട്, y വാല്യൂ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്യാണ്ട് ഓട്ടോമാറ്റിക്കലി കാണണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു പോയിന്റ് എടുക്കുക. പോയിന്റ് A എടുത്തിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യാണ്. റൈറ്റ് ക്ലിക്കിൽ ഇവിടെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് നിങ്ങൾ കാണുന്നില്ലേ, അവിടെ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഷോ ലേബൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഷോ ലേബലിൽ ഇപ്പോൾ നെയിം മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, നെയിം ആൻഡ് വാല്യൂ എന്ന് കൊടുക്കുക. നെയിം ആൻഡ് വാല്യൂ കൊടുത്താൽ അവിടെ നോക്കിക്കേ, 2.270 എന്ന് പറയുന്ന പോയിന്റിന്റെ വാല്യൂ നമുക്ക് അവിടെ പ്രസന്റ് ആയി. ഇതേ സംഗതി ഈ ബോക്സ് ഓപ്പൺ ആയിക്കൊണ്ട് തന്നെ നമ്മളൊന്ന് Bയിൽ ടച്ച് ചെയ്യുക. അവിടെയും നിങ്ങൾ എന്ത് ചെയ്യുക, നെയിമിന് പകരം നെയിം ആൻഡ് വാല്യൂ എന്ന് കൊടുക്കുക. സിയിലും ക്ലിക്ക് ചെയ്തിട്ട് നെയിമിന് പകരം എന്ത് ചെയ്യുക, നെയിം ആൻഡ് വാല്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ABC എന്ന് പറയുന്ന പോയിന്റ്സ് വിസിബിൾ ആയി. അതാണ് നമ്മളോട് പറഞ്ഞത് അല്ലേ, ഷോ ദി കോർഡിനേറ്റ്സ് ഓഫ് A, B and C. അതും നമ്മൾ ചെയ്തു. അവസാനം പറഞ്ഞത് ഡ്രാഗ് ദി പോയിന്റ്സ് A അലോങ് X ആക്സിസ് ആൻഡ് ഒബ്സർവ് ദി മൂവ്മെന്റ് ഓഫ് C ഓൺ Y ആക്സിസ്. അപ്പോൾ ഡ്രാഗ് ദി പോയിന്റ്സ് അലോങ് X ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താടാ, നമ്മൾ ഈ സ്ലൈഡർ ഇങ്ങനെ മൂവ് ചെയ്താൽ നമ്മുടെ A എന്ന് പറയുന്ന പോയിന്റ് മാറി മാറി വരും. അതിന് കറസ്പോണ്ടിങ് C പോയിന്റ് നമ്മളോട് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ തുടങ്ങാം. ഈ ഒരു
സീറോയിൽ തന്നെ കിടക്കട്ടെ. നമുക്ക് എന്ത് ചെയ്താൽ മതി അറിയാം, ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ലെഫ്റ്റ് ആരോയും റൈറ്റ് ആരോവും പ്രസ് ചെയ്താൽ ചെറുതായിട്ട് സ്ലൈഡറും മാറും കേട്ടോ. ചെറിയ മാറ്റങ്ങൾ വരുത്താൻ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ സീറോയിലാണ് ഉള്ളത്. എ സീറോ ആകുമ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ബിയും സിയും ഒക്കെ സീറോ ആയിട്ട് കിടക്കുകയാണ്. ഇനി നമ്മൾ എനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഒരു 0.2 ആവുന്നതിനനുസരിച്ച് ഇതൊന്നും നമുക്ക് വിസിബിൾ അല്ല അല്ലേ, കാരണം പോയിന്റ്സ് അടുത്തടുത്താണ്. നമുക്ക് കുറച്ചുകൂടി വലിയ പോയിന്റ്സ് എടുക്കാം. ഇവിടെ നോക്കിക്കേ 1.23ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ അവസ്ഥ, ഇത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല അല്ലേ. 1.23 ഒക്കെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ വാല്യൂസ് കണ്ടില്ലേ, y വാല്യൂസ് 2.34 എന്ന് വരുന്നുണ്ട്. സിമിലർലി 1.8ന് കറസ്പോണ്ടിങ് ആയിട്ട് 3.24 വരുന്നുണ്ട്. അങ്ങനെ ഒരു 2.17 എന്ന് പറഞ്ഞപ്പോൾ 4.71 ആണ് നിങ്ങളുടെ സി എന്ന് പറയുന്ന നമ്മുടെ പോയിന്റിലെ സെക്കൻഡ് വാല്യൂ ആയിട്ട് y കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് 4.71 ആണ്. 2.17ന്റെ സ്ക്വയർ അല്ലേ 4.71. സോ ഈ രീതിയിൽ നമ്മുടെ വാല്യൂസിന്റെ സ്ക്വയേഴ്സ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്, സി എന്ന് പറയുന്ന കോർഡിനേറ്റ് നോക്കിയാൽ കിട്ടുന്നുണ്ട്. സി എന്ന് പറയുന്ന കോർഡിനേറ്റിലെ സെക്കൻഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ എ ആയിട്ട് വരുന്ന 2.27ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായ കാര്യം, എ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റിയാൽ നമുക്ക് കറസ്പോണ്ടിങ് സി നോക്കിയാൽ നമ്മുടെ വാല്യൂ കിട്ടുന്നതാണ്. ശരിക്കും ബി നോക്കിയാലും മതി കേട്ടോ. ബിയിലും സെക്കൻഡ് കോർഡിനേറ്റ് എന്താ 5.38 എക്സാക്ട്ലി സെയിം ആണ്. സോ ബി അല്ലെങ്കിൽ സി ഒന്ന് ഒബ്സർവ് ചെയ്താൽ, അവർ നമ്മളോട് എയും ബിയും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചത്, ബന്ധം എത്രയേ ഉള്ളൂ, എയിലുള്ള പോയിന്റിന്റെ സ്ക്വയർ ആണ് ബി എന്ന് നമുക്ക് മനസ്സിലായി. അതായത് എ ഇനി നമുക്ക് എന്ത് കാണണം, എ നമ്മളോട് ഇപ്പോൾ 2.3 സ്ക്വയർ കാണാൻ പറഞ്ഞ എ 2.3ൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്താൽ സി നോക്കിയാൽ നമുക്ക് അതിന്റെ സ്ക്വയർ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നു നമുക്കിപ്പോൾ പിടികിട്ടി. അപ്പോൾ എയുടെ വാല്യൂവിനനുസരിച്ച് ബി സിയിൽ വരുന്ന മാറ്റം നമുക്ക് മനസ്സിലായി, അതിന്റെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മുടെ തിരിച്ച് എന്താ നമ്മൾ ചെയ്യേണ്ടത് നോക്കുക. യൂസിങ് ദിസ് ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് 2.3 സ്ക്വയർ മൈനസ് 1.8 സ്ക്വയർ 0.9 സ്ക്വയർ 2.9 സ്ക്വയർ എക്സെട്ര എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒരു അപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്തു, എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ വരച്ചു, അവിടെ എ ബി സി എന്ന് പറയുന്ന പോയിന്റ്സ് കൊടുത്തു, ലൈൻ സെഗ്മെന്റ് ഒക്കെ കൊടുത്തു, അവർ തമ്മിലുള്ള ബന്ധമൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നിങ്ങൾക്ക് എക്സാമിനും ക്വസ്റ്റ്യൻസ് വരെ എങ്ങനെയാണ്, അപ്ലെറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2.3യുടെ സ്ക്വയർ എന്താണ്, അല്ലെങ്കിൽ മൈനസ് 1.8ന്റെ സ്ക്വയർ എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. എന്ത് ചെയ്യുക, ഇവിടെ പോയിട്ട് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, 2.3 സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എയുടെ വാല്യൂ 2.3 ആയിരിക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ സ്ലൈഡർ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് 2.3ൽ എത്തിക്കാം അല്ലേ. 2.3ൽ എത്തിച്ചാൽ കറക്റ്റ് ആയിട്ട് 2.3യുടെ y വാല്യൂ നോക്കുമ്പോൾ 5.29 കിട്ടുന്നുണ്ട്. പക്ഷേ ഈ സ്ലൈഡർ ചേഞ്ച് ചെയ്യുന്നത് ഒരു ഇച്ചിരി ടാസ്ക് ആണ് അല്ലേ, ചെറിയ വാല്യൂസ് ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. അതിനേക്കാളും നമുക്ക് നല്ല എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻപുട്ട് ബോക്സ് കൂടി കൊടുത്തിട്ട് നമുക്ക് ഏത് പോയിന്റ് ആണോ വേണ്ടത് അത് കറക്റ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, സ്ലൈഡർ ക്ലിക്ക് ചെയ്യാം. സ്ലൈഡറിൽ ഇൻപുട്ട് ബോക്സ് കാണാം. സോ ഇൻപുട്ട് ബോക്സ് എടുത്താൽ ഇതേപോലെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ബോക്സ് അവിടെ പ്രസന്റ് ആയിരിക്കും. അവിടെ നിങ്ങളോട് ക്യാപ്ഷനും ലിങ്ക്ഡ് ഒബ്ജക്റ്റും ചോദിക്കും. ക്യാപ്ഷനിലൊന്നും വലിയ കാര്യമില്ല, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ എക്ക് ഡിഫറെന്റ് വാല്യൂസ് കൊടുക്കണം. അപ്പം ഞാൻ ക്യാപ്ഷനായിട്ട് വാല്യൂ എന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വാല്യൂ, അത് തെറ്റിയെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ അത് നിങ്ങൾ വേറെ എന്തെങ്കിലും പേര് കൊടുത്തു എന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല. ഇനി ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് ഏത് പോയിന്റ് ആണ്, അല്ലെങ്കിൽ എ ആണോ എക്സ് സ്ക്വയർ ആണോ, എന്താ ഇവിടെ നമുക്ക് ലിങ്ക് ചെയ്യേണ്ടത്, എ എന്ന് പറയുന്ന ആളെയാണ്. കാരണം നമുക്ക് എയുടെ വാല്യൂ ഡിഫറെന്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സോ ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്താവും, വേറൊരു ഇൻപുട്ട് ബോക്സ് പ്രസന്റ് ആവും. സോ ഈ ഇൻപുട്ട് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് കൊടുക്കാം. ഇപ്പൊ നോക്കിക്കേ 2.3 എന്ന് കൊടുത്താൽ കറക്റ്റ് ആയിട്ട് നമുക്ക് 5.29 വാല്യൂ വരുന്നുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് മൈനസ് 1.8 എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, എൻട്രി കൊടുത്താൽ മൈനസ് 1.8ന് കറസ്പോണ്ടിങ് ആയിട്ട് ബി വാല്യൂ വരും. ദാറ്റ് ഇസ് 3.24 എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാം. ലെഫ്റ്റിൽ നോക്കിക്കേ, ബി എന്ന് പറയുന്നത് മൈനസ് 1.8 3.24, അല്ലെങ്കിൽ സി എന്ന് പറയുന്നത് 0 3.24. അപ്പോൾ കറക്റ്റ് ആയിട്ട് എന്ത് കിട്ടി, എക്സ് സ്ക്വയർ വാല്യൂസ് കിട്ടി. ഇനി ഇതും അല്ല, പിന്നെ എന്ത് വാല്യൂസാണ് ചോദിച്ചിട്ടുള്ളത്, മൈനസ് 1.8 അല്ല 0.9 ചോദിക്കാന്ന് വിചാരിക്കാം. 0.9 ചോദിച്ചാൽ എന്ത് ചെയ്യുക, ഈ ബോക്സിൽ പോയിട്ട് ഡയറക്ട്ലി 0.9 എന്ന് കൊടുക്കുക. അപ്പോൾ ആ സ്ലൈഡറിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയം നമുക്ക് ലാഭിക്കാം. ഡയറക്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. 0.9 എന്ന് കൊടുത്തിട്ട് എൻട്രി കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 0.9ന്റെ y വാല്യൂ കിട്ടും. ദാറ്റ് ഇസ് 0.81. ഈ രീതിയിൽ അവർ ഏത് പോയിന്റ് തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ കറസ്പോണ്ടിങ് എക്സ് സ്ക്വയർ വാല്യൂ അല്ലെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആക്ടിവിറ്റി 1 ഇവിടെ ഡൺ ആണ് കേട്ടോ. ഇനി നമുക്ക് എന്താ ആക്ടിവിറ്റി 2 എന്ന് നോക്കാം കേട്ടോ. സോ ഫംഗ്ഷൻസ് എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി ആക്ടിവിറ്റി 2 ആയിട്ട് നമുക്ക് വരുന്നത്, ഒറ്റ മിനിറ്റ് ഏടാ, യെസ്. അപ്പോൾ ഇനി നമ്മൾ ആക്ടിവിറ്റി 2ലേക്ക് കടക്കുകയാണ് കേട്ടോ. അതായത് 1.2ലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തു, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൺസിഡർ ചെയ്തു. 2.3 മൈനസ് 1.8 എന്നൊക്കെ പറയുന്ന ഫംഗ്ഷൻസിന് കറസ്പോണ്ടിങ് ഫംഗ്ഷൻ വാല്യൂ നമ്മൾ, പോയിന്റ്സിന് കറസ്പോണ്ടിങ് ഫംഗ്ഷൻ വാല്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ഇത് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആക്ടിവിറ്റി 1.2 ആക്ച്വലി
ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് നമുക്ക് തരും. അതിൻ്റെ വാല്യൂസ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഓപ്പൺ ദി ഫയൽ ആക്ടിവിറ്റി 1.1 ആൻഡ് സേവ് ആസ് ആക്ടിവിറ്റി 1.2. ഇതേ 1.1ന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുക. ക്രിയേറ്റ് an ഇൻപുട്ട് ബോക്സ് ഫോർ f ആൻഡ് ചേഞ്ച് ദ ഫംഗ്ഷൻ യൂസിങ് ഇറ്റ്. അതായത് ഇപ്പോൾ ഉള്ള x സ്ക്വയർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് എന്ത് വാല്യൂ ആണോ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമ്മൾ f of x ന്റെ വാല്യൂ മാറ്റി കൊടുക്കും. സിമിലർലി ക്രിയേറ്റ് an ഇൻപുട്ട് ബോക്സ് ഫോർ ദി സ്ലൈഡർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈഡറിനും ഇൻപുട്ട് ബോക്സ് ഓൾറെഡി അവിടെ ഉണ്ട്. f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് ഫംഗ്ഷൻസ് നമ്മൾ മാറ്റി കൊടുക്കുന്നു. കറസ്പോണ്ടിങ് വാല്യൂ നമ്മൾ എടുക്കാൻ പോവാ കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കുറേ ഫംഗ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. 3⁻⁴, റൂട്ട് ഓഫ് 1.8, 2⁻²/3, റൂട്ട് ഓഫ് √5 ഇങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ ആദ്യം നമ്മൾ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ പറയുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. 3⁻⁴ ആണ് ആദ്യം ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യും, x⁻⁴ എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അവിടുത്തെ എക്സിന് പകരം നമ്മൾ ഇൻപുട്ട് ആയിട്ട് എന്ത് കൊടുക്കും, 3 എന്ന് കൊടുക്കും. അപ്പോൾ 3⁻⁴ വാല്യൂ നമുക്ക് കിട്ടും. നമുക്ക് നോക്കാം കേട്ടോ. സോ ജിയോജബ്രയിൽ പോവുക. നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച സംഗതികളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഒരു മാറ്റവും വരുത്തുന്നില്ല. പുതിയൊരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ സ്ലൈഡറിൽ ചെയ്ത അതേ സംഗതി, അതായത് ഇൻപുട്ട് ബോക്സ് വീണ്ടും കൊടുക്കുകയാണ്. അപ്പോൾ സ്ലൈഡർ ക്ലിക്ക് ചെയ്യുക, അവിടെ വീണ്ടും ഒരു ഇൻപുട്ട് ബോക്സ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ടച്ച് ചെയ്യാം നമുക്ക് താഴെ. അപ്പോൾ അവിടെ എന്ത് വരും, ക്യാപ്ഷൻ ചോദിക്കും. നമുക്ക് ഫംഗ്ഷൻ മാറ്റി കളിക്കാനാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എന്ന് ക്യാപ്ഷൻ കൊടുക്കുകയാണ്. ഇനി ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ആയിട്ട് അവിടെ ഒരു ഫംഗ്ഷൻ ആണ് വേണ്ടത്. കാരണം ഈ ഫംഗ്ഷൻ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഓക്കെ എന്ന് കൊടുത്താൽ നമ്മൾ ക്ലിക്ക് ചെയ്ത സ്ഥലത്ത് ഫംഗ്ഷൻ വന്നു. ഈ ഫംഗ്ഷൻ നമ്മൾ മാറ്റണം അല്ലേ. അതായത് ഇവിടെ നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്യേണ്ടത് 3⁻⁴ ആണ്. 3 അവിടെ നിൽക്കട്ടെ. നമ്മൾ x⁻⁴ കൺസിഡർ ചെയ്യും. എന്നിട്ട് എക്സിന് 3 എന്ന് വാല്യൂ കൊടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് x⁻⁴ എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ആദ്യം എന്ത് കൊടുക്കുക, എക്സ് എന്ന് കൊടുക്കുക. റേസ് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് 6 എടുത്തിട്ട് സ്ക്വയർ കൊടുക്കുക. എന്നിട്ട് റേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 1/3 എന്ന് പറയുമ്പോൾ സ്ലാഷ് കൊടുത്താൽ മതി. 1/3. ഇപ്പം നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ ആയിട്ട് ഇത് മാറി. നോക്കിക്കേ, ഗ്രാഫൊക്കെ മാറി കേട്ടോ. ഇപ്പം നോക്കിക്കേ, x⁻⁴ ഗ്രാഫാണ് നിങ്ങൾക്ക് കാണുന്നത്. x² മാറി. അവിടെ നമ്മുടെ ഫംഗ്ഷനും കറസ്പോണ്ടിങ് വാല്യൂസും ഒക്കെ മാറിയിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് 3⁻⁴ അല്ലേ. അപ്പോൾ നമ്മുടെ വാല്യൂയുടെ നമ്മുടെ ഇൻപുട്ട് ബോക്സിൽ ഇടാം. വാല്യൂവിൽ 3 എന്ന് കൊടുക്കുക. കാരണം ഫംഗ്ഷൻ x⁻⁴ ആണ്. 3 വാല്യൂ കൊടുത്താൽ 3⁻⁴ കിട്ടും. എൻ്റർ കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കറസ്പോണ്ടിങ് വാല്യൂ കാണാം. നിങ്ങൾ ഇവിടെ ലെഫ്റ്റിലുള്ള പോയിന്റ് ചെക്ക് ചെയ്താൽ മതി. നോക്കിക്കേ, A 30 ആകുമ്പോൾ B 3 1.44 ആണ്. വിച്ച് മീൻസ് 1.44 ആണ് 3യുടെ കറസ്പോണ്ടിങ് ഇമേജ്. അതായത് 3⁻⁴ എന്ന് പറഞ്ഞാൽ 1.44 ആണ്. അത് എഴുതി വെക്കുക ആൻസർ ഷീറ്റിൽ. അതേപോലെ അടുത്ത എന്താ ഫൈൻഡ് ചെയ്യാനുള്ളത്, റൂട്ട് ഓഫ് 1.8 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ മാറ്റിയിട്ട് √x ആക്കണം. സ്ക്വയർ റൂട്ട് ആണ് അല്ലേ. സോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇറേസ് ചെയ്യാണ് കേട്ടോ. ഈ ഫംഗ്ഷൻ മാറ്റിയിട്ട് നമ്മൾ ഇനി √x എടുക്കാൻ പോവാണ്. √x നമ്മൾ എങ്ങനെയാണെന്ന് അറിയോ എടുക്കുക, സ്ക്വയർ റൂട്ട് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അതായത് SQRT എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് കൊടുക്കുക, എക്സ് എന്ന് കൊടുത്താൽ √x എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ വരും. എൻ്റർ കൊടുത്താൽ നോക്കിക്കേ, നമ്മുടെ ഫംഗ്ഷൻ വീണ്ടും മാറി. അടുത്ത ഗ്രാഫ് നിങ്ങൾക്ക് കാണാം, √x-ന്റെ ഗ്രാഫാണ് ഇവിടെ കാണുന്നത്. നമ്മളോട് ഏത് വാല്യൂ ആണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞത്, √1.8 ആണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എക്സിന് പകരം 1.8 എന്ന് കൊടുക്കുക. അതായത് വാല്യൂക്ക് പകരം നമ്മൾ അവിടെ 1.8 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, കറസ്പോണ്ടിങ് പോയിന്റ്സ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. A 1.8 ആകുമ്പോൾ B എന്ന് പറയുന്നത് 1.8 1.34 എന്ന് പറയുന്ന വാല്യൂ ആണ്. വിച്ച് മീൻസ് 1.8ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 1.34 ആണ്. ഒന്നുകിൽ B പോയിന്റ് നോക്കുക, അല്ലെങ്കിൽ C പോയിന്റ് നോക്കുക. എവിടെയായാലും നിങ്ങൾ y കോർഡിനേറ്റ് നോക്കിയാൽ 1.34 എന്ന് കിട്ടും. ആ y കോർഡിനേറ്റ് ആണ് നമ്മുടെ റൂട്ട് ഓഫ് 1.8 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫംഗ്ഷനും ക്രിയേറ്റ് ചെയ്തു. ഇനി 2⁻²/3 ആണ്. എന്ത് ചെയ്താൽ മതി, 2⁻²/3 എന്ന് പറയുമ്പോൾ നമുക്ക് x⁻²/3 എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അവിടെ എക്സിന് പകരം 2/3 എന്ന് കൊടുക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ ഫംഗ്ഷൻ മാറ്റാൻ പോവാണ്. ഫംഗ്ഷൻ ഇൻപുട്ട് ബോക്സ് നമ്മൾ ടച്ച് ചെയ്യുന്നു. അവിടെ നമ്മൾ ഓൾറെഡി ഉള്ള ഫംഗ്ഷൻ ഇറേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, x⁻²/3. സോ എക്സ് എന്ന് കൊടുക്കുക, ഷിഫ്റ്റ് കൊടുക്കുക, എന്നിട്ട് 2/3 2/3 എന്ന് വന്നു. സോ x⁻²/3. എഗെയിൻ അടുത്ത ഗ്രാഫ് നിങ്ങൾക്ക് കാണാം. ഇവിടെ 2⁻²/3 ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വാല്യൂവിൽ പോയിട്ട് 2 എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2⁻²/3 കാണാൻ പറ്റും. ഇങ്ങനെ ഫംഗ്ഷൻസ് മാറ്റുക, വാല്യൂ മാറ്റുക. നിങ്ങൾക്ക് എന്ത് വാല്യൂ ആണോ കിട്ടേണ്ടത് അത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി നോക്കിക്കേ, √5 അടിപൊളിയാണല്ലോ. എങ്ങനെ √5 എന്നൊക്കെ ടൈപ്പ് ചെയ്യുക, ഇവിടെ നമ്മൾ എന്ത് കൊടുത്താൽ മതി, ഞാൻ പറഞ്ഞു റൂട്ടിന് നമ്മൾ SQRT എന്നാണ് കൊടുക്കുക. അപ്പോൾ SQRT എന്ന് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു റൂട്ട് കൂടി കിട്ടണ്ടേ. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വീണ്ടും SQRT എന്ന് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത ബ്രാക്കറ്റിൽ നമ്മൾ x എന്ന് കൊടുക്കുക. അപ്പോൾ നോക്കിക്കേ, ഫംഗ്ഷൻ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് √x ആണ്. √x-ന്റെ ഗ്രാഫ് ആട്ടോ നിങ്ങൾ ഇവിടെ കാണുന്നത്. √x-നോട് സിമിലർ ആണ് അല്ലേ, പക്ഷേ വാല്യൂസ് ഒക്കെ മാറും കേട്ടോ. സോ √x-ൽ 5 അല്ലേ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വാല്യൂവിൽ പോയിട്ട് 2 മാറ്റിയിട്ട് 5 എന്ന് കൊടുക്കുക. എൻ്റർ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 5ന് കറസ്പോണ്ടിങ് ആയിട്ട് √5 കിട്ടും. അതാണ്
1.5 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് BC കാണാം, 1.5 ആണ് y വാല്യൂ, അതെടുത്ത് എഴുതി വെച്ചാൽ ആ ആൻസറുമായി. ഫൈനലി 3.46 റേസ് ടു മൈനസ് 3/2 എന്നുണ്ട് അല്ലേ. അതിന് നമ്മൾ എന്താ ചെയ്യുക, സംതിങ് റേസ് ടു മൈനസ് 3/2. അപ്പോൾ നമ്മൾ എക്സ് റേസ് ടു മൈനസ് 3/2 ക്രിയേറ്റ് ചെയ്യുക. എഗെയിൻ ഫംഗ്ഷനിൽ പോവുക, എക്സ് എന്ന് കൊടുക്കുക, റേസ് ടു മൈനസ് 3/2. അപ്പോൾ നെഗറ്റീവ് കൊടുക്കുക, അതായത് മൈനസ് കൊടുക്കുക, 3/2 എന്ന് കൊടുക്കുക, മൈനസ് 3/2 എന്ന് കൊടുത്താൽ അടുത്ത ഫംഗ്ഷനായി. നമുക്ക് ഏത് വാല്യൂലാണ് ഇത് കാണേണ്ടത്, 3.46ലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ എന്നുള്ളിടത്ത് 3.46 എന്ന് കൊടുക്കുക. 3.46 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 3.46ന് കറസ്പോണ്ടിങ് ആയിട്ട് 3.46 റേസ് ടു മൈനസ് 3/2 ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടുത്തെ y വാല്യൂ നോക്കിയാൽ 0.16 ആണ് നമുക്ക് ആൻസർ എന്ന് മനസ്സിലാവും. ഈ രീതിയിൽ ഏത് ഫംഗ്ഷന്റെ ഇന്ന പോയിന്റിലെ വാല്യൂ ഇമേജ് കാണാൻ പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു അപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്തു f(x = x²) അല്ലെങ്കിൽ നിങ്ങൾ എക്സിൽ തുടങ്ങിക്കോ, അല്ലെങ്കിൽ ഏത് ഫംഗ്ഷൻ ആണ് റിക്വയർഡ് അതിൽ തുടങ്ങുക. ഫംഗ്ഷൻസ് മാറി മാറി നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻപുട്ട് ബോക്സ് കൊടുത്താൽ അവിടെ ഫംഗ്ഷൻസും മാറ്റാൻ പറ്റും. അതേപോലെ സ്ലൈഡർ നീക്കി ബുദ്ധിമുട്ടണ്ട, വാല്യൂ നിങ്ങൾക്ക് ഇൻപുട്ട് ബോക്സിൽ പെട്ടെന്ന് അടിച്ചു കൊടുത്താൽ മതി, റിക്വയർഡ് വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ കിട്ടും. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഞാൻ പറഞ്ഞു വളരെ എളുപ്പമാണ് അല്ലേ, ഇതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോടാ. ഇതൊക്കെ നിങ്ങളൊരു ഗെയിം കളിക്കുന്ന പോലെ ചെയ്താൽ മതി. നല്ല രസമല്ലേ ഈ സ്ലൈഡറിന് ആനിമേഷനൊക്കെ കൊടുക്കുന്നതിനനുസരിച്ച് ABC മാറുന്നൊക്കെ കാണാൻ നല്ല രസമില്ലടാ, നല്ല രസമുണ്ട്, എനിക്കിഷ്ടമായി. സോ ആ രീതിയിൽ എന്താ പറയുക, ഒരു ഗെയിമൊക്കെ കളിക്കുന്ന പോലെ അങ്ങ് പഠിച്ചു പോയാൽ മതി. അപ്പോൾ നമ്മുടെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി പറഞ്ഞിട്ടുള്ളത് ചേഞ്ച് ദ ഫംഗ്ഷൻ f(x) to 1/x ആൻഡ് ഒബ്സർവ് ഹൗ ദി പോയിന്റ് C മൂവ്സ് ആസ് ദി പോയിന്റ് A അപ്രോച്ചസ് ദി ഒറിജിൻ ഫ്രം എയ്തർ സൈഡ്. ഇപ്പോൾ 1/x വരച്ചിട്ട് ഒറിജിനിലേക്ക് പോയിന്റ്സ് വരുമ്പോൾ, ഒറിജിൻ്റെ അടുത്തേക്ക് എക്സ് വാല്യൂ വരുമ്പോൾ എന്ത് മാറ്റമാണുള്ളത് സിയിൽ നിന്ന് നോക്കാനാണ് പറഞ്ഞത്. നമുക്ക് അതും ഒന്ന് ചെയ്ത് നോക്കാം. സോ f(x) = എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കേണ്ടത് 1/x ആണ്. സോ 1/x എന്ന് കൊടുക്കുക കേട്ടോ. 1/x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് A എന്ന് പറയുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യണം, ഒറിജിനിലേക്ക് കൊണ്ടുവരണം അല്ലേ. ഇപ്പോൾ A ഉള്ളത് ഞാൻ -5ൽ കൊണ്ടുവയ്ക്കുകയാണ്. ഇനി Aനെ ഞാൻ ഒറിജിനിലേക്ക് കൊണ്ടുവരാം കേട്ടോ. മെല്ലെ ഇങ്ങനെ ഒറിജിനിലേക്ക് ഞാൻ എടുക്കുകയാണ്. കറസ്പോണ്ടിങ് C വാല്യൂ നിങ്ങൾ നോക്കണം. ഇവിടെ പെട്ടെന്നൊന്നും വലിയ ചേഞ്ച് ഒന്നും കാണുന്നില്ല, പക്ഷേ 0യുടെ തൊട്ടടുത്തേക്ക് എത്തുന്നതിനനുസരിച്ച് C പിന്നെ കാണാൻ തന്നെ ഇല്ല. സിയുടെ വാല്യൂ അത്രയും വലുതായി അല്ലേ. വിച്ച് മീൻസ് C അത്രയും ലാർജ് വാല്യൂ എടുക്കുക എന്ന് പറഞ്ഞാൽ C ഇൻഫിനിറ്റിയിലേക്ക് പോകാമെന്ന് കേട്ടോ അർത്ഥം. അപ്പോൾ നോക്കിക്കേ, നമ്മളിവിടെ റൈറ്റ് 5 എന്ന് 0ലേക്ക് വരുമ്പോൾ തുടക്കത്തിലൊന്നും വലിയ ചേഞ്ച് നമുക്ക് വിസിബിൾ അല്ല, പക്ഷേ 0യുടെ തൊട്ടടുത്ത് എത്തുമ്പോഴേക്ക് പിന്നെ ഭയങ്കര റാപ്പിഡ് ആയിട്ടാണ് C വാല്യൂ അവിടെ കൂടിയത്. വിച്ച് മീൻസ് 0 നമ്മുടെ ഇൻഫിനിറ്റിയിലേക്ക് പോവാണ്. ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുമ്പോഴാട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുക, കാണുമ്പോൾ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ലേ. ഇനി ഇതേപോലെ നമ്മൾ റൈറ്റ് നിന്ന് 0ലേക്ക് വരിക, ലെഫ്റ്റ് നിന്ന് 0ലേക്ക് വരികയാണ്. -5 എന്നും ആദ്യമൊന്നും വലിയ പ്രശ്നമില്ല, നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഒന്നും വലുതായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ 0യുടെ തൊട്ടടുത്തേക്ക് എത്തുമ്പോഴേക്ക് നോക്കിക്കുക ലാർജ് വാല്യൂസ് ആയി. ഈ ഒരു മൂവ്മെന്റിൽ ലാർജ് വാല്യൂസ് ആണ് വരുന്നത്. വിച്ച് മീൻസ് എഗെയിൻ നെഗറ്റീവ് സൈഡിൽ നിന്നും 0ലേക്ക് വരുമ്പോഴും ഇൻഫിനിറ്റ് വാല്യൂ ആണ് എടുക്കുന്നത്. സോ പോസിറ്റീവ് എന്ന് വരുമ്പോൾ മുകളിലേക്കാണ് C വാല്യൂ പോകുന്നത്, അതായത് പ്ലസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. നെഗറ്റീവ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക്, താഴോട്ടേക്കാണ് C വാല്യൂസ് മാറുന്നത്. സോ പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കും നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്കും അപ്രോച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാഫ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള അനാലിസിസുകളൊക്കെ ഗ്രാഫ് വെച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അല്ലാത്ത പക്ഷം നിങ്ങളോട് എത്ര പറഞ്ഞാലും അതെങ്ങനെയാണ് വരിക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഗ്രാഫ് ഒക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡിങ് കൂടും ഫംഗ്ഷൻസിനെ കുറിച്ചുള്ള. അപ്പോൾ ഗ്രാഫ് ശരിക്കും അടിപൊളിയാണ് കേട്ടോ ഫംഗ്ഷൻസിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി അവസാനം ചേഞ്ച് ദി ഫംഗ്ഷൻ ടു f(x) = ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആൻഡ് ഒബ്സർവ് ദി മൂവ്മെന്റ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് അറിയോ, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ x കൊടുത്താൽ പോരാ കേട്ടോ. ഫംഗ്ഷൻ ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് ഫ്ലോർ x എന്നാണ് കേട്ടോ. ഫ്ലോർ ഫംഗ്ഷൻ ആണിത്. സോ ഫ്ലോർ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, x എന്ന് കൊടുത്താൽ നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആണ് വരിക. സോ അതിന്റെ ഗ്രാഫ് കിട്ടാൻ വേണ്ടി നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുന്നു, നമ്മുടെ സ്റ്റെപ്പ് ഗ്രാഫ് കിട്ടി. ഇനി ഇവിടെ ഇതേപോലെ നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ വാല്യൂ ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ഒരു 2.5 ആയിക്കോട്ടെ. 2.5 എന്ന് ഞാൻ കൊടുത്താൽ എനിക്ക് എന്താ ആൻസർ കിട്ടുക നോക്കിക്കേ. 2.5ന് കറസ്പോണ്ടിങ് ആയിട്ട് ബിയും സിയും വരുന്നത് 2 എന്നാണ് അല്ലേ y വാല്യൂ വരുന്നത്. സോ 2.5ൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 ആൻസർ കിട്ടും. നമുക്ക് അറിയുന്ന കാര്യമാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ << 2.5. അപ്പോൾ നമ്മൾ എന്താ നോക്കുക, 2.5ന്റെ തൊട്ട് താഴെ വരുന്ന വലിയ ഇൻറ്റിജർ, തൊട്ട് താഴെ വരുന്ന ഇൻറ്റിജർ 2 ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ആണ്. ഇനി ഞാൻ ഈ 2.5 മാറ്റിയിട്ട് ഒരു 0.5 എന്ന് കൊടുക്കുകയാണെങ്കിലോ, അപ്പോൾ എനിക്ക് ആൻസർ ആയിട്ട് കിട്ടുക y വാല്യൂ ആയിട്ട് കിട്ടുക 0 എന്നാണ്. കാരണം ബോക്സ് 0.5 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 0 ആണ്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് വാല്യൂ -1.5 എന്ന് കൊടുത്താലോ, -1.5 അല്ല ഒരു 9 തന്നെ കിടക്കട്ടെ, -1.9 ആണെങ്കിൽ നിങ്ങൾക്ക് y വാല്യൂ മനസ്സിലാവും, -2 എന്നാണ് y വാല്യൂ വരുന്നത്. സോ -1.9ന്റെ തൊട്ട് പിറകെയുള്ള ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ -2 ആയിരിക്കും. ഈ രീതിയിൽ നമ്മൾ 1/x ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ x, അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ നിങ്ങളോട് sin x ആയിരിക്കും ചോദിക്കുക. നമുക്ക് ഇവിടെ sin x ഇൻപുട്ട് ചെയ്താലോ, sin x ഒക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ sin x എന്ന് നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നറിയോ, sin x-ന്റെ ഗ്രാഫ് ഇവിടെ കിട്ടും. നോക്കിക്കേ, അടിപൊളി പരിപാടിയല്ലേ. ഇതുപോലെ എന്താണോ ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് ഗ്രാഫിൽ നിന്ന് വാല്യൂസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ ഈ രീതിയിൽ ഗ്രാഫ് നന്നായിട്ട് വരയ്ക്കാനും അതിന്റെ വാല്യൂസ് എടുക്കാനും പഠിക്കുക.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഫംഗ്ഷൻ മെഷീനിലേക്ക് കടക്കാം. ഒരു ഫംഗ്ഷൻ മെഷീൻ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. ഇതിൽ നിന്ന് പെട്ടെന്ന് എങ്ങനെയാണ് എക്സ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് വാല്യൂസ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണെന്ന് അറിയാലോ ചെയ്യേണ്ടത്. ആദ്യം ഈ മെഷീൻ നമുക്ക് എടുക്കാം. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് ടീച്ചേഴ്സ് അത് പറഞ്ഞു തരും കേട്ടോ, എവിടെ നിന്ന് എടുക്കണം, എങ്ങനെ എടുക്കണം, അത് അവർ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ മെഷീൻ ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി. നമ്മുടെ മെഷീൻ്റെ രൂപത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ, പക്ഷേ സംഗതിയൊക്കെ സെയിം ആണ്. നമുക്ക് ഫംഗ്ഷൻ വാല്യൂ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന മെഷീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3 സ്വിച്ചസ് അവിടെ ഉണ്ടാവും. ഗ്രീൻ, റെഡ്, ബ്ലൂ എന്ന് പറഞ്ഞിട്ട്. ഗ്രീൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റെഡ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബ്ലൂ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ആദ്യം മെഷീനിലേക്ക് പോവാം. എന്നിട്ട് ഈ പറയുന്ന ഫംഗ്ഷൻ വാല്യൂസ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. √2, √1.8, √2/3 ഇതൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യാനുണ്ട്. സോ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് മെഷീൻ എടുക്കാം കേട്ടോ. സോ ഇതാണ് നമ്മുടെ മെഷീൻ. സോ ഇത് നമുക്ക് എക്സ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് വാല്യൂസ് തരുന്ന ഒരു അടിപൊളി മെഷീൻ ആണ്. അതായത് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കും. ഇവിടെ നോക്കിക്കേ, ഫംഗ്ഷൻ ആയിട്ട് ഓൾറെഡി എക്സ് ക്യൂബ് കൊടുത്തിട്ടുണ്ട്. വാല്യൂ ആയിട്ട് നമ്മൾ എക്സിന് ഡിഫറെന്റ് വാല്യൂസ് നമുക്ക് ഏതാണോ ആവശ്യം ആ വാല്യൂസ് നമ്മൾ കൊടുക്കുക ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ വാല്യൂ ഓഫ് എക്സ് ആയിട്ട് 2 എന്നാണ് ഇവിടെ ഓൾറെഡി ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യാണ്, മെഷീൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ പ്രസ് ചെയ്യാണ് കേട്ടോ. സോ ഗ്രീൻ പ്രസ് ചെയ്യുമ്പോൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുക. അതായത് മെഷീൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഇൻപുട്ട് വാല്യൂ ആയിട്ടുള്ള 2 പോയി. ദേ വർത്താനം പറയുമ്പോഴേക്ക് പുറത്തേക്ക് ആര് വന്നു, 8 വന്നു. അതായത് 2 ക്യൂബ് 8 ആണ് അല്ലേ. 2 ക്യൂബിന്റെ വാല്യൂ പുറത്തോട്ട് വന്നു. ഇതൊക്കെ ഭയങ്കര ഫണ്ണല്ലേ, ഞാൻ ഇതൊക്കെ കണ്ട് കുറെ ചിരിച്ചു. അതായത് ഉള്ളിലേക്ക് വാല്യൂ പോകുന്നു, എന്തൊക്കെയോ ഉള്ളിൽ സംഭവിക്കുന്നു, എന്നിട്ട് പുറത്തേക്ക് 8 തിരിച്ചു വരികയാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് 2ന് പകരം എന്ത് കൊടുക്കാം, വാല്യൂ മാറ്റി കൊടുക്കാം. 2ന് പകരം നമ്മൾ കൊടുക്കുന്നത് ലെറ്റ് ഇറ്റ് ബി 5 ആയിക്കോട്ടെ. 5 ആണെങ്കിൽ 5 ക്യൂബ് എങ്ങനെ തിരിച്ചു വരും നമുക്ക് നോക്കാം. യെസ്, നോക്കിക്കേ, അവിടെ 125. നമുക്കത് പോസ് ചെയ്തിട്ട് കൊടുക്കാം അല്ലേ. അതായത് ഇവിടെ പോസ് ചെയ്യാണ് നമ്മൾ. ഇനി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. സോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 5 ദേ ഉള്ളിലേക്ക് പോയി, 5 ദേ പ്രോസസ്ഡ് ആയി, 125 ആയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഈ രീതിയിൽ എക്സ് വാല്യൂസ് കൊടുക്കുന്നു, കറസ്പോണ്ടിങ് വൈ വാല്യൂ നമുക്ക് കിട്ടുന്നു. ചിലപ്പോൾ നിങ്ങളോട് 1.25 ക്യൂബ് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ എക്സ് വാല്യൂ 1.25 എന്ന് കൊടുക്കുക. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട വാല്യൂസ് എന്തൊക്കെയായിരുന്നു നോക്കിക്കേ, √2 ഫൈൻഡ് ചെയ്യണം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ √2 ആണ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കേണ്ടത് അല്ലേ. അപ്പം നമ്മൾ സ്ക്വയർ റൂട്ട് എക്സ് എന്ന് കൊടുക്കുക. SQRT ഓഫ് എക്സ്, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇനി ഈ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ വാല്യൂ എന്താണ്, വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് √2 അല്ല നമുക്ക് വേണ്ടത്, 2 ആണ്. അപ്പം നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്തു പരിപാടി. എന്നിട്ട് നമ്മൾ സ്ക്വയർ റൂട്ട് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ ഓഫ് എക്സ് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒന്നുകൂടി നമുക്കിത് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. 2 ഉള്ളിൽ കൂടി പോയിട്ട് പുറത്തേക്ക് വരുമ്പോഴല്ലേ അല്ലേ അതിൻ്റെ ഒരു ഫണ്ണ് വരുന്നത്. സോ നമ്മളിതാ ഗ്രീൻ ബട്ടൺ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാണ്. 2 പോയി, √2 പുറത്തേക്ക് വന്നു, 1.41. അടുത്ത എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്, √1.8 ആണ്. സോ √1.8 എന്ന് പറയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, നമ്മളിവിടെ വാല്യൂവിൽ പോയിട്ട് 1.8 എന്ന് കൊടുക്കുക. 1.8ന്റെ റൂട്ട് അല്ലേ. സോ ഇവിടെ വീണ്ടും നമ്മൾ പരിപാടി സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണേ. സോ ഓക്കെ, സ്റ്റോപ്പ്. ഇനി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടെ നമ്മുടെ വാല്യൂ, വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണേ. അപ്പോൾ നമുക്ക് എന്ത് വരികയാണ്, ഗ്രീൻ കൊടുക്കുമ്പോൾ 1.8 മുകളിൽ നിന്ന് പോകുന്നു. അതിൻ്റെ റൂട്ടായിട്ടുള്ള 1.34 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുകയാണ്. ഇനി വേറെ ഒരു വാല്യൂ 3/2 ചോദിച്ചു, നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ ഓഫ് എക്സ് മാറ്റി കൊടുത്താൽ മതി. അതിന് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. സിമിലർലി അടുത്ത ഫംഗ്ഷൻ എന്താണ്, ചേഞ്ച് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ടു 1/x എന്നാണ്. ആൻഡ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദി ഫോളോയിങ് എന്നാണ് പറഞ്ഞത്. അതിന് മുന്നേ വാട്ട് ഹാപ്പൻസ് ഇഫ് വി ഗിവ് എ നെഗറ്റീവ് നമ്പർ എന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവ് നമ്പർ കൊടുത്തു നോക്കാം. ഇത് എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ ഇവിടെ നമ്മൾ ഒരു നെഗറ്റീവ് നമ്പർ ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് ഈ പരിപാടി നമ്മൾ തൽക്കാലം നിർത്തുകയാണ്. എന്നിട്ട് നമ്മൾ ഇൻപുട്ട് ആയിട്ട് ഒരു നെഗറ്റീവ് നമ്പർ കൊടുക്കുകയാണ്. നെഗറ്റീവ് നമ്പർ ആയിട്ട് ഞാനൊരു -2 കൊടുത്തു. -2 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, -2 കൊടുത്തിട്ട് നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, -2 ഇവിടെ ഇങ്ങനെ റെഡ് കളർ ബൾബ് ഇങ്ങനെ മിന്നുന്നില്ലേ, അതിന്റെ അർത്ഥം എന്തോ സംതിങ് ഇസ് ഡേഞ്ചറസ് എന്നാണ് കേട്ടോ. നേരത്തെ ഗ്രീൻ ആണെങ്കിൽ ഓക്കെ ആണെന്നാണ്, റെഡ് ഇങ്ങനെ മിന്നി കളിച്ചാൽ അതിന്റെ അർത്ഥം നടക്കൂല മോളെ, ഡേഞ്ചറസ് ആണെന്നാണ്. അപ്പോൾ പുറത്തേക്ക് ക്വസ്റ്റ്യൻ മാർക്ക് വന്നാണ്ടോ, അതായത് എന്തുവാ കൊടുത്തിരിക്കുന്നതെന്നാണ്. ഡൊമെയിനിലല്ലാത്ത പോയിന്റ്സ് കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നം വരിക. -2 റൂട്ടിന്റെ ഉള്ളിൽ വരാൻ പാടുണ്ടോ, നമ്മൾ റിയൽ നമ്പേഴ്സിന്റെ പരിപാടി ആട്ടോ ഈ ചെയ്യുന്നതൊക്കെ, കോംപ്ലക്സിലേക്കൊന്നും പോണില്ല. സോ റൂട്ടിന്റെ ഉള്ളിൽ -2 വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ റൂട്ടിന്റെ ഉള്ളിൽ -2 മെഷീനിൽ കൊടുത്താൽ മെഷീൻ അവിടെ സ്റ്റക്കാവും, ഇവിടെ അങ്ങനെ സ്റ്റക്കായി നിൽക്കും, പുറത്തേക്കൊന്നും വരില്ല. അപ്പോൾ √-2ന് വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ റെഡ് മിന്നുന്നത്, അതുകൊണ്ടാണ് അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വന്നത്. അപ്പോൾ എക്സാമിന് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പറയുക റൂട്ടിന്റെ ഉള്ളിൽ -2 ഡൊമെയിനിൽ ഇല്ലാത്ത പോയിന്റ് ആണ്, -2 കൊടുക്കാൻ പാടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പ്രശ്നം വന്നത് എന്നുള്ളത് പറയാം കേട്ടോ. ഇതൊക്കെ നിങ്ങൾ മിസ്സിന് ചെയ്ത് കാണിച്ചു കൊടുക്കണം കേട്ടോ ഓരോന്ന് ചെയ്യുമ്പോഴും. അല്ലാണ്ട് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വെറുതെ കുറച്ച് വാല്യൂസ് എഴുതി വെക്കരുത്. ചെയ്ത് കാണിച്ചു കൊടുത്താലേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആപ്ലെറ്റിനുള്ള 4 മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ ഇതേപോലെ നമുക്ക് 1/xന്റെ 1-2 എക്സാമ്പിൾസ് കൂടി ചെയ്ത് പരിപാടി നിർത്താം. അപ്പോൾ ഫംഗ്ഷൻ മാറ്റാണ് നമ്മൾ, ഫംഗ്ഷനായിട്ട് നമ്മൾ 1/x കൊടുക്കുകയാണ്. ആൻഡ് വാല്യൂ ആയിട്ട് നമ്മൾ എന്താ കൊടുക്കുന്നത്, ഇവിടെ
നമ്മൾ റീസെറ്റ് ചെയ്യാണ്. ഇനി നമ്മൾ വാല്യൂ ഓഫ് എക്സ് ആയിട്ട് കൊടുക്കുന്നത് ഏത് വാല്യൂ ആണ് നമ്മളോട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത് 2/3 ആണ് അല്ലേ? സോ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ ഫോളോയിങ്. ചേഞ്ച് ദ ഫംഗ്ഷൻ ടു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x ആൻഡ് ഫൈൻഡ് ദ വാല്യൂസ്. അതായത് എഫ് ഓഫ് 2/3 ആണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? എക്സിന് പകരം 2/3 എന്ന് കൊടുക്കുക. എക്സിന് പകരം 2/3. 2/3 എന്ന് കൊടുത്താൽ എന്ത് വരും? യെസ്, 0.67 ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ ഈ 2/3 എന്തായിട്ട് മാറും? 1.49 ആയിട്ട്. അതായത് 1/2/3 എന്ന് പറഞ്ഞാൽ പ്ലസ് 1.49. ഈ രീതിയിൽ നമ്മൾ എന്തൊക്കെ വാല്യൂസ് ആണോ അവർ ആവശ്യപ്പെട്ടത് അതൊക്കെ വാല്യൂ ഓഫ് എക്സ് മാറ്റി മാറ്റി കൊടുക്കുക. ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടും. അതും എഴുതി വെക്കുക കേട്ടോ. ആൻഡ് ഫൈനലി വാട്ട് ഹാപ്പൻസ് ഇഫ് ദി ഇൻപുട്ട് 0 എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻപുട്ട് ആയിട്ട് നമ്മൾ 0 എന്ന് കൊടുത്താൽ എന്താ സംഭവിക്കുക? നോക്കിക്കേ, ഇൻപുട്ട് ആയിട്ട് 0 എന്ന് നമ്മൾ കൊടുക്കുക എന്ന് വിചാരിക്കാം. 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുക, യെസ്, സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പുറത്ത് കിട്ടുന്ന ആളാരാടാ? ഇൻഫിനിറ്റി ആണ് കേട്ടോ. ഇതൊന്നുകൂടി നമുക്ക് റീസെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് ഇൻഫിനിറ്റ്. ഓക്കെ, 0 ഇങ്ങനെ വരുന്നു, പുറത്തേക്ക് അൺഡിഫൈൻഡ് ആയിട്ട് ഒരാൾ വന്നു. ശരിക്കും ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരു അൺഡിഫൈൻഡ് എന്നാണ് കേട്ടോ അത് കാണിക്കുന്നത്. 1/0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ലാർജ് ക്വാണ്ടിറ്റി. ആ ലാർജിനെയാണ് നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇൻഫിനിറ്റി ഒരു നമ്പർ ഒന്നും അല്ല. ഇനിമീൻസ് ആ ഒരു കാര്യം മനസ്സിലാക്കി തരാനാണ് അവർ ഔട്ട്പുട്ട് ആയിട്ട് ഇൻഫിനിറ്റി തന്നത്. ക്ലിയർ അല്ലേ? സോ ഈ രീതിയിൽ അപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്ത് ഫംഗ്ഷൻസ് മാറ്റി മാറ്റി കൊടുക്കുക, വാല്യൂസ് മാറ്റി മാറ്റി കൊടുക്കുക. ഇവിടെ നമ്മുടെ മുന്നത്തെ ടാബ് ഈ രീതിയിൽ സൈൻ എക്സ് ചോദിച്ചാലും കോസ് എക്സ് ചോദിച്ചാലും 1/x ചോദിച്ചാലും റൂട്ട് എക്സ് ചോദിച്ചാലും ഒക്കെ നമുക്ക് കറസ്പോണ്ടിങ് ഫംഗ്ഷൻ വാല്യൂസ് എടുക്കാൻ പറ്റണം. അതേപോലെ നമ്മുടെ മെഷീൻ യൂസ് ചെയ്തിട്ടും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണം. ജസ്റ്റ് ഫംഗ്ഷൻ കൊടുക്കുക, വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ജിയോജിബ്ര നമുക്കൊന്ന് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന സംഗതികളൊക്കെ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് കൂടുതൽ പ്രാക്ടിക്കൽ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. നിങ്ങൾക്ക് കൂടുതൽ റിക്വയർഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ പറയാം കേട്ടോ. എല്ലാം നമുക്ക് ചെയ്യാം, എങ്കിലും പറയാണ് കൂടുതൽ ഏർജൻസി ഉള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് അപ്പ് ചെയ്യാം. സോ ആ രീതിയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേടാ? യെസ്, അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ലാബ് ആവശ്യപ്പെട്ട് നിൽക്കുന്ന, ലാബ് ഒന്നും അറിയാതെ നിൽക്കുന്ന ഫ്രണ്ട്സിനൊക്കെ വേഗം ഷെയർ ചെയ്തോളൂ. അങ്ങനെ എല്ലാവരും പഠിക്കട്ടെ. അപ്പോൾ ഓക്കേടാ, നമുക്ക് അടുത്ത ലാബ് വീഡിയോയിലൊക്കെ കാണാം. Thank you.